കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി എല്ലാം ഒന്ന് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഇന്ന് നമ്മുടെ വെള്ളച്ചോറാണ് കേട്ടോ. വെള്ളച്ചോറ്, അതിൻ്റെ കൂട്ടത്തിൽ നല്ല പരിപ്പ് കറി, പിന്നെ പപ്പടം, പിന്നെ കുറച്ച് ക്യാബേജ് മെഴുക്ക് വെച്ചത്, പിന്നെ ക്യാരറ്റ് ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി വെച്ചത്, പിന്നെ കുറച്ച് സാലഡ്. ഇന്ന് സവോളയും പച്ചമുളകൊന്നും ഇല്ല കേട്ടോ. ഇന്ന് എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു മുട്ട പുഴുങ്ങിയതുണ്ട്. പിന്നെ നമ്മുടെ അവക്കാഡോയുടെ കൂടെ 2 ഒലീവ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, വെള്ളരിക്ക, പിന്നെ എൻ്റെ സ്വന്തം ചമ്മന്തിപ്പൊടി. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയാലോ. തുടങ്ങാം അല്ലേ? പിന്നെ ഇത് മൊത്തം കൂടി ഇപ്പോൾ കഴിച്ച് തീർക്കാനല്ല കേട്ടോ. ഈ പരിപ്പ് കറി കാണാൻ നല്ല രസമല്ലേ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങാൻ പോകണം. ഓക്കെ, കർത്താവേ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. ഓൾറൈറ്റ്, നമുക്ക് തുടങ്ങാം. നമ്മുടെ പപ്പടം നല്ല വിശപ്പുണ്ട്. നമുക്ക് ഞാൻ ക്യാബേജ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. മുളക്, ചമ്മന്തിപ്പൊടി ചോറിനകത്ത് കുഴച്ച്. ഓ, എന്ത് ടേസ്റ്റാ. ആ മുളകുണ്ടല്ലോ, ചുമന്ന മുളക്, നല്ല ഇതുണ്ട്. ചൂട പരിപ്പ് കറി വയ്ക്കാം. മുളക് വേണ്ട. നമ്മുടെ മെഴുക്കുവരട്ടി, സൂപ്പർ കോമ്പിനേഷൻ. ചമ്മന്തിപ്പൊടി, പപ്പടം ഇങ്ങോട്ട് കുഴച്ച്. ഞാൻ കുറച്ച് കരിഞ്ഞു പോയ പപ്പടം ഉണ്ട് കേട്ടോ. ഇച്ചിരി കരിഞ്ഞിരിക്കുന്ന എനിക്കിഷ്ടമാണ്. എൻ്റെ അപ്പനും അതുപോലെ തന്നെ ഇച്ചിരി കരിഞ്ഞ പപ്പടമാണ് ഇഷ്ടം. മുളക്, ഈ ക്യാബേജ് നല്ലതായിട്ട് ഞാൻ വേവിച്ചെടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതുപോലെ എല്ലാം അല്ലാതെ ഇതിന് ടേസ്റ്റ് കൂടുതലുണ്ട്. നമ്മുടെ മുട്ട, കോഴിമുട്ട, അതിൻ്റെ പിടിച്ച് മുളകും കൂടെ അങ്ങോട്ട്. ഈ പരിപ്പിങ്ങനെ ചോറ് പരിപ്പിനകത്ത് മുങ്ങിക്കിടക്കണം, എനിക്കിഷ്ടം. അപാര രുചി തന്നെ. Yummy. Oh. ചമ്മന്തിപ്പൊടിയും പരിപ്പ് കറിയും സൂപ്പർ കോമ്പിനേഷനാണ്.
ഇത്ര ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും നല്ല വിശപ്പുണ്ട്. മുളകൊക്കെ അത് കടിച്ച് തക്കാളി ജ്യൂസി ടൊമാറ്റോസ്, നമ്മൾ ഒലീവ് കുറച്ചുകൂടെ ക്യാബേജ് എടുക്കാം. ക്യാബേജ് മാത്രമായിട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പീഡ് കൂടിപ്പോയി. നല്ല വിശപ്പുള്ളപ്പോൾ അങ്ങനെയാണല്ലോ. ചമ്മന്തിപ്പൊടി കുറച്ചൊക്കെ വേണം. ഞാൻ തന്നെ ഉണ്ടാക്കി ചമ്മന്തിപ്പൊടിയാണ്. ചുട മെഴുക്കുവരട്ടി എടുക്കണം. നമ്മുടെ ഒലീവ്സ് ക്യാബേജ്. ഇത് നല്ല ടേസ്റ്റുള്ള ക്യാബേജാണ്. പക്ഷെ എല്ലാവർക്കും ഒന്നും ഈ ക്യാബേജ് ഇഷ്ടപ്പെടില്ല.
നമുക്ക് എല്ലാം തീരാറായ പരിപ്പ് കറിയിൽ 2 മുളക് കൂടെ കിടപ്പുണ്ട്. അത് ഞാൻ മാറ്റാൻ പോവാം. കാരണം ഓൾറെഡി കുറേ മുളക് ഞാൻ കഴിച്ചു. അപ്പോൾ അവിടെ പരിപ്പ് കറി അങ്ങോട്ട് ഒഴിച്ചു, മല്ലിപ്പൊടി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് ഹീറ്റ് ചെയ്യാം. ഒരു പപ്പടം ഇതിനകത്തോട്ട് പൊടിച്ചങ്ങിടാം. നമ്മൾ വെള്ളരിക്ക മുട്ട ചെറിയ മുളക് അലീസ് cabbage. അത് ടേസ്റ്റുള്ള തക്കാളി. ശരി, ചമ്മന്തിപ്പൊടി എനിക്ക് ചമ്മന്തിപ്പൊടിയല്ല, മെഴുക്കുവരട്ടി ഉരുളങ്കിഴങ്ങ് ഇച്ചിരി അങ്ങനെ കഴിക്കാൻ തോന്നും. എന്ത് ടേസ്റ്റ്! മെഴുക്കുവരട്ടി എങ്ങനെ വെച്ചാലും എന്തൊക്കെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. മുട്ട എനിക്ക് ചാപ്പേസിനില്ല മുട്ടയുടെ ടേസ്റ്റ്. മുട്ട തത്ത് തിന്നുന്ന ടേസ്റ്റ്. കറിയാപ്പിലൊക്കെ ഇട്ടുണ്ടാക്കിയ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് എല്ലാത്തിനും. That's bad. അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും ഇച്ചിരി ക്യാബേജും. വിശാലായി.
ഉം, ഉം. അമ്മേ എന്തൊരു ടേസ്റ്റാണ് പരിപ്പും പപ്പടവും. ഓ മടുത്തു എന്നറിഞ്ഞു. എനിക്കൊന്നും വയലിട്ടിടാൻ പറ്റില്ല. എന്നാലും നമ്മുടെ അവക്കാടോ നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ല. കാരണം നമ്മളിത് മുറിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒത്തിരി സമയം വെക്കാൻ പറ്റില്ല. ഇതിൻ്റെ കളർ മാറും. അതുകൊണ്ട് അവക്കാടോയും കൂടെ കഴിക്കാം. കുറെ എല്ലാം നമ്മൾ കഴിച്ചു. നമ്മുടെ അവക്കാടോ എന്താണ് ഇനി രണ്ടുപേർ കഴിക്കാനുള്ള സ്പേസ് എൻ്റെ വയറ്റിലില്ല. ഒരു തക്കാളിയും ഒരു വെള്ളരിക്കയും ഉണ്ട്, പക്ഷെ സ്ഥലമില്ല. പക്ഷെ വേസ്റ്റ് ആക്കത്തില്ല, ഞാനത് മാറ്റി വെച്ചേക്കും. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. കൈയൊക്കെ കഴുകി. നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതല്ലേ, അപ്പം അതുകൊണ്ട് കൈ കഴുകിയിട്ട് വന്നു. കുറച്ച് വെള്ളം ഇട്ടുണ്ട് കുടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചോറും പരിപ്പും പപ്പടവും. നാടൻ പരിപ്പല്ല, അല്ലാത്ത പരിപ്പാണ് ഞാൻ വെച്ചത്. ഈ ചോറും പരിപ്പും പപ്പടവും ഒക്കെ കൂടെ കഴിക്കുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര പെട്ടെന്ന് വരുന്നറിയും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിയുന്നതും ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വെള്ളം കുടിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. Okay, for non-Malayalis, thank you so much for watching my videos. So today my lunch was actually everything was vegetarian. There was no fish today, just dal and rice, lentils, rice and potato and carrot fry, and then cabbage, sorted cabbage, and what else did I have? Papadums and the chutney powder, coconut chutney powder, and I had some salad, boiled egg. Yeah. So that was my lunch for today. That's what I cooked for today. So let me know, guys, what you think of my video. And I request all of you to continue supporting me. I request all of you to subscribe to my channel, and I need your support. And if you would like my video, or if you want to
tell me something, please don't forget to put it in the comment box, as I always say. So I'm really tired as usual. When I finish my meal, I just want to go to sleep. So yeah. So yeah, please don't forget to subscribe to my channel, share my videos to your friends, and put likes, and make sure you put comments. Yeah, that's it. I will yeah, that's it. So I will definitely be accepting your uh, I'll definitely be accepting your request, or like your recommendations or suggestions, whatever. Okay. And if you didn't like something about my video, or if you didn't like something about my video, let me know. All right. But I need your I need all of your continuous support. All right. So this is Sony again, signing off from Yummy Foodie. അപ്പോൾ എൻ്റെ നാട്ടുകാരോട് എന്താണ് എനിക്ക് പറയാനുള്ളത്? എനിക്ക് നാടും നാട്ടുകാരും നാട്ടിലെ ഭക്ഷണം ഒക്കെ മിസ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കും ഓരോന്ന്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട്, പുതിയൊരു ഐറ്റം അല്ല, മറ്റൊരു നല്ല മീൽ അല്ലെങ്കിൽ മറ്റൊരു അടിപൊളി ലഞ്ച് ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ആഹാരം കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.